ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിക്കുന്നതിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതിയുടെ വിധി നാളെ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് വിധി പറയുക. തൗഫീഖ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, വിശദാംശം. നിർണായകമായിട്ടുള്ള വിധിയാണ് നാളെ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാവുക. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വിധി പറയുക. ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചതിലെ രാഷ്ട്രപതിയുടെ റഫറൻസിലെ ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വിശദമായി തന്നെ വാദം കേട്ടിരുന്നു. 10 ദിവസം നീണ്ട വാദമായിരുന്നു നടന്നത്. അതിന് പിന്നാലെ വിധി പറയാനായി മാറ്റുകയായിരുന്നു. നാളെ രാവിലെ 10:30 ബില്ല് റഫറൻസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് വിധി ഉണ്ടാവുക. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചതിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തത തേടുകയായിരുന്നു. സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നുൾപ്പെടെ 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ഉന്നയിച്ചത്. ഇതിൽ വിശദമായിട്ട് തന്നെ സുപ്രീം കോടതി വാദം കേൾക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രപതിയുടെ റഫറൻസ് വഴിയാണ് ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 പ്രകാരം രാഷ്ട്രപതിക്ക് പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ ഉപദേശം തേടാൻ അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ ബില്ലുകൾ പാസാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു സുപ്രീം കോടതി പരിഗണിച്ചത്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.